السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على نور الأنوار وسر الأسرار وترياك الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. صدق الله العلي العظيم. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ മജ്ലിസുൻ നൂറിന്റെ ആത്മീയ സദസ്സിൽ നാം ഒത്തുചേർന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്നും ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. നാളെ പാരത്രിക ലോകത്ത് വിജയിക്കുന്ന സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ നൂറാകുന്ന ഇൽമു പഠിക്കുന്ന വിജ്ഞാന ഗേഹത്തിന്റെ തിരുമുറ്റത്താണ് നാം സംഗമിച്ചിട്ടുള്ളത്. രണ്ടു കാരണങ്ങൾ കൊണ്ട് ഈ മജ്ലിസ് അനുഗ്രഹീതമാണ്. ഒന്ന്, ഇവിടെ മജ്ലിസ് നടക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഇത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ള റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന അനുഗ്രഹ ഗേഹത്തിന്റെ ആ മഹത്തായ അനുഭൂതി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇത് വിജ്ഞാനം പഠിക്കുന്ന കേന്ദ്രമാണ്. ഇത് വിശുദ്ധ ഖുർആൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഗേഹമാണ്. ഇത് പരിശുദ്ധ ഖുർആനിന്റെ പരിശുദ്ധ ഉലൂമുകളെ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ അനുഗ്രഹീത സ്ഥലം ഇത് റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സ്വർഗ്ഗത്തോപ്പാണ്. ഇന്നിതാ ഇതിന് അനുഗ്രഹത്തിന്റെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇതാ ഒരു അനുഗ്രഹത്തിന്റെ ഒരു മഹത്വമുള്ള മഹാന്മാരായ അസ്ഹാബുൽ ബദറിനെ അനുസ്മരിക്കുന്ന, അതിന്റെ വാർഷികം ആഘോഷിക്കുന്ന സമാപന സംഗമത്തിലാണ് നാം ഒത്തുചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് സ്വർഗീയ തോപ്പിൽ ഒരു തോപ്പാണെന്ന് പരിശുദ്ധ റസൂൽ വിശേഷിപ്പിച്ച ആ അനുഗ്രഹം ലഭിക്കുന്ന സ്ഥലമാണ്. ഈ മജ്ലിസിൽ ഇരിക്കുമ്പോ സാധാരണ നമ്മൾ അങ്ങാടിയിൽ ഇരിക്കുന്നത് പോലെയല്ല, നമ്മുടെ വീടുകളിൽ ഇരിക്കുന്നത് പോലെയല്ല, നാം ആഗ്രഹിക്കുന്ന, നാം ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ നാം പോയി ആശ്വാസം കൊള്ളുന്ന, ആസ്വദിക്കുന്ന സ്ഥലങ്ങളിൽ ഇരിക്കുന്നത് പോലെയല്ല. ഇത് പരിശുദ്ധമായ മലായികത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അസ്ഹാബുൽ ബദറിനെ അനുസ്മരിച്ചതുകൊണ്ട് അസ്ഹാബുൽ ബദറിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ്, പ്രദേശമാണ്. ഇന്നലില്ലാഹി സയ്യാഹീന മിനൽ മലായിക. ഒരുപാട് മലക്കുകളുണ്ട് റബ്ബിന്. അല്ലാഹുവിന് ഒരുപാട് മലായികത്തുകളുണ്ട്. അതിൽപ്പെട്ടതാണ്
അതിൽപ്പെട്ടതാണ് സയ്യാഹീങ്ങളായ മലക്കുകൾ, സഞ്ചാരികളായ മലക്കുകൾ. അള്ളാഹുവിന്റെ പ്രത്യേകമായ സൈന്യത്തിൽപ്പെട്ടതാണ്, മലക്കുകളിൽ പെട്ടതാണ്. അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്, ഒരുപാട് മലക്കുകളുണ്ട്. ലാ യഅലമു ജുനൂദ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ സൈന്യത്തിന്റെ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയൂല. മലക്കിന്റെ എണ്ണം ഒരാൾക്കും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. അത് അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. ആ മലക്കുകളിൽ ഒരു വിഭാഗമുണ്ട്, അവർ സയ്യാഹികളാണ്, ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് നടക്കുന്ന മലക്കുകളാണ്. പരിശുദ്ധമായ ഉലൂമകളെ എവിടെ പറയുന്നുണ്ടോ, അള്ളാഹുവിനെ എവിടെ സ്മരിക്കുന്നുണ്ടോ, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്ന മജ്ലിസുകളില്ലേ, അള്ളാഹുവിനെ പറയുന്ന മജ്ലിസില്ലേ, അള്ളാഹുവിനെ അനുസ്മരിക്കുന്ന സദസ്സുകളില്ലേ, ആ സദസ്സുകളിലെല്ലാം ആ മലക്കുകൾ സന്നിധരാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ സദസ്സിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സും അത്തരം ഒരു സദസ്സിലാണ്. അല്ലാഹു അതിന് സൗഭാഗ്യം തരട്ടെ. ആ മലക്കിന്റെ സാന്നിധ്യം ഇവിടെ ചൊല്ലുന്ന ആയത്തുകൾ, ഖുർആനിക വചനങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ ആ മലക്കുകളും ഉത്തരം ചെയ്യും. അതുകൊണ്ട് ഇഖ്ലാസുള്ള ഖൽബിൽ, ഞാനിത് സൂചിപ്പിച്ചത് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ മറ്റെവിടെങ്കിലും പോയി ഇരിക്കുന്നത് പോലെയല്ല, നമ്മുടെ ഖൽബിൽ അല്ലാഹ് എന്ന ചിന്തയുണ്ടാവണം. നമുക്കൊരുപാട് നീറുന്ന പ്രയാസങ്ങളുണ്ട്, നമുക്കൊരുപാട് പ്രതിസന്ധികളുണ്ട്, നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് പാത്രീഭൂതരായവരാണ്, നമ്മൾ ഒരുപാട് കഠോരമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ്, കടിച്ചമർത്തുന്നവരാണ്. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെ ഉള്ളിലൊതുക്കി ജല്ല ജലാലായ അല്ലാഹുവിനും നമുക്കും മാത്രം അറിയുന്ന, മറ്റാരോടും പറയാതിരുന്നിട്ടുള്ള, മറ്റൊരാളോടും അറിയിക്കാത്ത നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഖൽബിനുള്ളിലുണ്ട്. അതെല്ലാം കെട്ടയിച്ചുകൊണ്ട് യജമാനനായ അല്ലാഹുവിലേക്ക് കൈ ഉയർത്താനുള്ള സ്ഥലമാണിത്. ഇവിടെ മറ്റു താല്പര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇന്നത്തെ സദസ്സ് മഹാനായ നജ്മുദ്ദീൻ പൂകോയത്തങ്ങൾ ഇവിടെ വരും, ദുആ ചെയ്യും. ആ ദുആയിൽ പങ്കെടുത്ത് ആത്മീയ നിർവൃതി നേടലാണ് ഇന്നത്തെ നമ്മുടെ ഈ സദസ്സിന്റെ ലക്ഷ്യം. ഇന്നത്തെ നാം ഇവിടെ സന്നിധരായതിന്റെ, ഇവിടെ സംഗമിച്ചതിന്റെ ഉദ്ദേശം നമ്മുടെ ഖൽബിലേക്ക് നമ്മുടെ പ്രയാസങ്ങളെ കൊണ്ടുവരിക. പ്രയാസങ്ങളും പരിവട്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാത്രം അല്ലാഹുവിനോട് നമ്മളങ്ങനെ കൈ ഉയർത്തിക്കൊണ്ട് പറയുന്നുണ്ടല്ലോ. അതേസമയം ആ പ്രയാസങ്ങൾക്കെല്ലാം പരിഹാരം ലഭിക്കണമെങ്കിൽ അല്ലാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തിനെ കുറിച്ച് നാം ഓർമ്മയുള്ളവരാവണം. ഒരിക്കലും നാം നിഅമത്തിനെ കുറിച്ച് വിസ്മരിക്കുന്നവരാവരുത്. നിഅമത്ത് അല്ലാഹു നമുക്ക് ഒരുപാട് ചെയ്തു തന്നിട്ടുണ്ട്. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഒരു സാമൂഹിക ജീവി എന്ന തരത്തിൽ നാം ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ മറ്റുള്ളവരൊക്കെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, നമ്മളെ മറ്റുള്ളവരൊക്കെ പരിഗണിക്കുന്നു. കാരണമെന്താ? നമ്മൾ ചെയ്യുന്ന തെറ്റ് മറ്റുള്ളവര് കാണുന്നില്ല. ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുപാട് തിന്മ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ തിന്മകളെയൊന്നും മറ്റുള്ളവർ കാണൂല. അതുകൊണ്ട് അവർ നമ്മെ ആദരിക്കുന്നു, അവർ നമ്മെ ബഹുമാനിക്കുന്നു. ഒരു കവി പാടുകയാണ്, ഒരു കവി പറയുകയാണ്, ഒരുപാട് ആളുകൾ എന്നെ ഇങ്ങനെ ആദരിച്ചു കൊണ്ടിരിക്കുന്നു, എന്നെ ബഹുമാനിക്കുന്നു. വലാകിന്നീ ളലൂമുൻ കമാ തദ്രീ. അല്ലാഹുവേ, നീ എന്നെ കാണുന്നുണ്ടല്ലോ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത ആളാണ്, ഞാൻ ഒരുപാട് തിന്മ ചെയ്ത ആളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ആളുകൾ, ജനങ്ങളെല്ലാം എന്നെ ആദരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ജനങ്ങളെല്ലാം എന്നെ ബഹുമാനിക്കുന്നത്? സതർത ഉയൂബി കുല്ലഹാ അൻ ഉയൂനിഹിം വഅൽബസ്തഹും സൗബൻ ജമീലൻ മിനസ്സതിരി. ഒരു മറയതാ എന്റെയും എന്റെ സുഹൃത്തുക്കളുടെയും നമ്മുടെയും നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും ഇടയിൽ അല്ലാഹു പ്രത്യേകമായ ഒരു മറ നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു മറയിട്ടിട്ടുണ്ട്. തെറ്റുകളൊന്നും മറ്റാരും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നമ്മെ ബഹുമാനിക്കുന്നു. അല്ലാഹു ചെയ്തു തന്ന ഏറ്റവും ചെറിയ ഒരു അനുഗ്രഹമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കവി പറയുകയാണ്, അതുകൊണ്ട് റബ്ബേ, പാരത്രികമായ ലോകത്ത്
നീ എന്നെ ദുനിയാവിൽ എനിക്ക് എന്റെ തിന്മകൾക്ക് നീ മറയിട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ എന്നെ വഷളാക്കാതെ, മറ്റുള്ളവർക്ക് മുമ്പിൽ എന്നെ അപകീർത്തിപ്പെടുത്താതെ എന്റെ തെറ്റുകൾക്കെല്ലാം നീ മറയിട്ടിട്ടുണ്ടെങ്കിൽ പരലോകത്ത് ചെല്ലുമ്പോൾ ഹിസാബിന്റെ കാലത്ത്, ഹിസാബിന്റെ ദിവസം റബ്ബേ ഫകുല്ലിയ യാ മൗലായ ഫീ മൗദിഇൽ ഹക്മി, വിധി പറയുന്ന കാലത്ത്, വിധി പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ എല്ലാവരും പരസ്പരം, കുടുംബക്കാരൊക്കെ പരസ്പരം ഇങ്ങനെ കാണുകയാണ്. കുടുംബക്കാരൊക്കെ ഇങ്ങനെ കാണും, ബാപ്പാന്റെ മക്കളെയും, ബാപ്പ ചെയ്ത തെറ്റുകളൊക്കെ മക്കളുടെ മുമ്പിലും, മക്കൾ ചെയ്ത തെറ്റൊക്കെ ബാപ്പാന്റെ മുമ്പിലും ഇങ്ങനെ പ്രകടമാകുന്ന ഒരു സമയമുണ്ട്. റബ്ബേ, ആ സമയത്ത് എന്നെ നീ വഷളാക്കരുത് അല്ലാ. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കവിത ഉദ്ധരിക്കുന്നുണ്ട്. തസവ്വുഫിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബുണ്ട്, കിതാബുൽ ഹിക്കം. അതിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു അജീബ തങ്ങൾ ഈഖാലുൽ ഹിക്കം എന്ന അതിന്റെ വിശദീകരണ ഗ്രന്ഥത്തിൽ ശറഹിൽ ഈ കവിത ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മനുഷ്യന് ഏറ്റവും വലിയ ബാധ്യത അല്ലാഹുവിന്റെ ഈ നിഅമത്തിന് നന്ദി ചെയ്യണം. എപ്പോഴും മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട്, മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് അവർക്ക് ലഭിച്ചത് എനിക്ക് ലഭിച്ചില്ലല്ലോ, അവർക്ക് ലഭിച്ചത് എനിക്ക് ലഭിച്ചില്ലല്ലോ, ഞാൻ പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും വക്കിലാണ്. അവരതാ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവരായിട്ട് പോലും, അവർ അള്ളാഹുവിനെ എതിർത്ത് ജീവിക്കുന്നവരായിട്ട് പോലും, അള്ളാഹുവിന്റെ കൽപ്പനകളൊന്നും ശിരസ വഹിക്കാതെ ഭൂമിയിൽ താന്തോന്നികളായി അവരിങ്ങനെ വിഹരിക്കുമ്പോൾ അള്ളാഹു ഒരുപാട് നിഅമത്ത് അവർക്ക് നൽകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നമുക്ക് ലഭിക്കാത്ത സൗഭാഗ്യത്തെ നമ്മളിങ്ങനെ വ്യാമോഹിക്കുകയാണ്. നമുക്ക് അല്ലാഹു ഒരുപാട് നിഅമത്ത് ചെയ്തു തന്നിട്ടില്ലേ? സമ്പത്ത് ലഭിച്ചവൻ ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു നൽകിയിട്ടില്ലേ? നമുക്കിപ്പോ സമ്പത്തില്ലെങ്കിലും അല്ലാഹു ഒരുപാട് നിഅമത്ത്, ആരോഗ്യം തന്ന ഏറ്റവും വലിയ നിഅമത്ത് ആരോഗ്യമല്ലേ? ഈ ആരോഗ്യം അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്തല്ലേ? എന്തുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? നമ്മളെപ്പോഴും 10 രൂപ കമ്മിയായതിന്റെ പേരിൽ, 10 രൂപ എന്റെ സമ്പാദ്യത്തിൽ അല്പം കുറവാണ്, മറ്റുള്ളവന് അല്പം കൂടുതലാണ്, ഇതിങ്ങനെ താരതമ്യം ചെയ്ത് നമ്മളെപ്പോഴും റബ്ബിനോട് പരാതിപ്പെടുമ്പോൾ നമുക്ക് അല്ലാഹു ചെയ്തു തന്ന നിഅമത്തിനെ നാം അറിയാതെ വിസ്മരിച്ചു പോകുന്നുണ്ട് എന്ന സത്യം നാം മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ നിഅമത്ത്, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തൊക്കെ നമ്മൾ പാടെ മറന്നുപോയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തതിന്റെ പേരിൽ റബ്ബേ, പടച്ചവനെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളല്ല ഞാൻ, എന്നെ എന്തിന് പരീക്ഷിക്കണം റബ്ബേ, ഇങ്ങനെ ദുആ ചെയ്യാണ്. നമ്മൾ എന്തെങ്കിലും ഒരു അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അമല് ഭയങ്കര സംഭവം, അള്ളാഹു നമുക്ക് ആരോഗ്യം തന്നതും കാഴ്ച തന്നതും രോഗമില്ലാത്ത രോഗമുക്ത ജീവിത സൗഭാഗ്യം തന്നതൊക്കെ നമ്മൾ മറന്നിട്ട് നമുക്കിങ്ങനെ മറ്റുള്ളവന്റെ സമ്പത്തിൽ വ്യാമോഹിച്ച്, മറ്റുള്ളവന് ചെയ്തു കൊടുത്ത് അള്ളാഹ് ചെയ്തു കൊടുത്ത നിഅമത്തിൽ നമ്മളിങ്ങനെ കണ്ണുവെച്ച് അള്ളാഹുവിനോട് പരാതി പറഞ്ഞാൽ ആ ദുആഇന് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയില്ല. കാരണം അള്ളാഹു നമുക്ക് ചെയ്തു തന്ന സകല നിഅമത്തിനെയും മറന്നുപോയിട്ടാണ് നാം നമുക്ക് ലഭിക്കാത്തതിന്റെ പേരിൽ റബ്ബിനോട് ഖേദിച്ച് ചോദിക്കുന്നത്. ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യൻ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. ബനു ഇസ്രായേലിൽ ഒരു മനുഷ്യനുണ്ട്, സദാ സമയം നോമ്പനുഷ്ഠിക്കും, രാത്രി സമയം നിസ്കരിക്കും. ഒരു ഏകാഗ്രത കിട്ടാൻ അല്ലാഹുവിൽ കൃത്യമായ, അല്ലാഹുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ കടലിന്റെ മധ്യത്തിലുള്ള ഒരു പാറക്കെട്ടിന്റെ മുകളിലാണ് അദ്ദേഹം സുജൂദ് ചെയ്തിരുന്നത്. 500 വർഷം അദ്ദേഹത്തിന് അള്ളാഹു ആയുസ് നൽകി. അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ വേണ്ടി 500 വർഷം അള്ളാഹുവിന് സുജൂദിലായി ജീവിച്ച മനുഷ്യൻ രാത്രി മുഴുവനും നിസ്കരിക്കും, പകലും നിസ്കരിക്കും, നോമ്പനുഷ്ഠിക്കുകയും ചെയ്യും. ആ പാറക്കെട്ടിന്റെ പ്രത്യേകമായ ഒരു സ്ഥലത്ത് ശുദ്ധമായ വെള്ളം ലഭിക്കും. ആ വെള്ളം കുടിച്ച് നോമ്പ് മുറിക്കും. ചെറിയ ഒരു ഭക്ഷണം അവിടെ ലഭിക്കും, അത് കഴിച്ച് ജീവിക്കും. ഇങ്ങനെ 500 കൊല്ലം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത മനുഷ്യൻ പരലോകത്ത് വരുന്ന ഒരു സംഭവം പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്.
ആ മനുഷ്യനോട് അള്ളാഹ് പറയുന്നത്രേ, എൻ്റെ നിഅമത്ത് കൊണ്ട്, എൻ്റെ അനുഗ്രഹം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ പറയും, റബ്ബേ അല്ലാഹുവേ, ഞാൻ 500 വർഷക്കാലം നിനക്ക് ഇബാദത്തിലായി ജീവിച്ച മനുഷ്യനല്ലേ. എൻ്റെ സുജൂദിന്റെ മഹത്വം കൊണ്ട്, എൻ്റെ സുജൂദിന്റെ പ്രതിഫലം കൊണ്ട് എനിക്ക് സ്വർഗം തരണേ അല്ലാഹ്. ആ മനുഷ്യൻ അള്ളാഹിനോട് പറഞ്ഞു, 500 കൊല്ലം ഞാൻ സുജൂദ് എഴുതിയില്ലേ, ആ സുജൂദിന്റെ മഹത്വം കൊണ്ട്, പ്രതിഫലം കൊണ്ട് എനിക്ക് സ്വർഗം തരണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു, എന്നാൽ ആ ഇബാദത്തൊന്ന് പരിശോധിക്കണം, ആ ഇബാദത്തൊന്ന് പരിശോധിക്കണം. ഞാൻ ഒരുപാട് നിഅമത്ത് നിനക്ക് ചെയ്തു തന്നിട്ടുണ്ട്, ആ നിഅമത്തിനെയും പരിശോധിക്കണം. അങ്ങനെ മലക്കുകളെ ഏൽപ്പിച്ചു. മലക്കുകൾ അദ്ദേഹത്തിന്റെ അമലുകളും അദ്ദേഹം ചെയ്ത സുജൂദ്, സുകൃതങ്ങൾ, നോമ്പും അദ്ദേഹത്തിന്റെ നിസ്കാരവും എല്ലാം, എല്ലാ അമലുകളും ഒരു ത്രാസിൽ വെച്ച് അള്ളാഹു അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത നിഅമത്തിൽ ഒന്നാണ് കണ്ണ്. ആ കണ്ണിന് കാഴ്ച നൽകി എന്നത് മറ്റൊരു നിഅമത്താണ്. ആ കാഴ്ച ശക്തിയെയും വെച്ച് ഒന്ന് തൂക്കി നോക്കിയപ്പോ ആ മനുഷ്യന് അല്ല ചെയ്തു കൊടുത്ത കണ്ണിന്റെ കാഴ്ചയില്ലേ, അത് കനം തൂങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് മലക്കുകളോട് കൽപ്പിക്കുകയാണ്, മലക്കുകളെ, ആ മനുഷ്യൻ ചെയ്ത ഇബാദത്തുകൾ എന്റെ ഒരു നിഅമത്തിന്റെ ഒരു അംശത്തിന് പോലും തുല്യമല്ലാത്തത് കൊണ്ട് ആ മനുഷ്യനെ നിങ്ങൾ മലക്കുകളെ നരകത്തിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിയണേ എന്ന് അല്ലാഹു മലക്കുകളോട് കൽപ്പിക്കുകയാണ്. അങ്ങനെ മലക്കുകൾ അദ്ദേഹത്തെ പിടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ മനുഷ്യൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, റബ്ബേ, എന്റെ അമല് എനിക്ക് ഈ പരലോകത്ത് വിജയിക്കാൻ മാത്രം ഇല്ല. ഞാൻ തെറ്റ് സമ്മതിച്ചു, അതുകൊണ്ട് റബ്ബേ നിന്റെ നിഅമത്ത് കൊണ്ട് എനിക്ക് നീ സ്വർഗം തരണേ അല്ലാഹ്. ആ മനുഷ്യനെ അതാ ആ തെറ്റിയാമൻ 500 വർഷം ഇബാദത്ത് ചെയ്ത മനുഷ്യന്റെ ആ ഇബാദത്ത് എത്രത്തോളം ചെറുതാണെന്ന് ബോധ്യപ്പെട്ടപ്പോ, അല്ലാഹുവിനോട് തെറ്റ് സമ്മതിച്ചപ്പോ ആ മനുഷ്യന് പറയുകയാണ്, റബ്ബേ എന്റെ 500 കൊല്ലത്തെ ഇബാദത്തുകളൊന്നും നിന്റെ അനുഗ്രഹത്തിന്റെ ഒരു അംശമില്ല. അതുകൊണ്ട് റബ്ബേ എന്റെ അമല് കൊണ്ടല്ല, നിന്റെ അനുഗ്രഹം കൊണ്ട് നീ സ്വർഗം തരണേ അല്ലാഹ്. അങ്ങനെ പറഞ്ഞപ്പോ അല്ലാഹ് അദ്ദേഹത്തിന് സ്വർഗം കൊടുത്തു. അതാണ് അള്ളാഹുവിന്റെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തിനെ നമ്മൾ മറക്കരുത്. പ്രതിസന്ധി ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, അത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ആ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും അത് നാം തരണം ചെയ്തുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് മുന്നേറിയാൽ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ അനുഗ്രഹം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. പ്രയാസങ്ങൾ നേരിടുമ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ചെന്ന് സ്വഹാബത്ത് പറയും, നബിയെ, പ്രയാസം, പ്രതിസന്ധിയാണ്. ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഭർത്താവ് മരിച്ചുപോയി. എന്റെ കുടുംബത്തിന്റെ ഏക വരുമാനം, സ്രോതസ്, അത് എന്റെ ഭർത്താവാണ്. അദ്ദേഹം ജോലി ചെയ്ത് സമ്പാദിച്ച് എന്റെ കുടുംബത്തെ പോറ്റിയിരുന്നത് എന്റെ ഭർത്താവാണ്. പെട്ടെന്ന് മരിച്ചുപോയി, ഞാൻ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞപ്പോ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ദുആ ചെയ്യണം. എന്താ ദുആ? അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, ഏറ്റവും വലിയ പ്രയാസമാണ് എനിക്ക് വന്ന് ഭവിച്ചിട്ടുള്ളത്. എന്റെ ഭർത്താവ് മരിച്ചു പോയിരിക്കുകയാണ്. ആ പ്രതിസന്ധിയിൽ എനിക്ക് നീ ക്ഷമ തരണേ അല്ലാഹ്. ഞാൻ ക്ഷമിച്ചതിൽ എനിക്ക് കൂലി തരണേ, പ്രതിഫലം തരണേ റബ്ബേ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി, എനിക്ക് വന്ന് ഭവിച്ച മുസീബത്തിൽ ഞാൻ ക്ഷമിക്കുകയാണ്. ആ ക്ഷമക്ക് എനിക്ക് പ്രതിഫലം തരണേ റബ്ബേ.
വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അതിനേക്കാൾ ഉത്തമമായത് എനിക്ക് തരണേ റബ്ബേ എന്ന് നീ ദുആ ചെയ്യണം എന്ന് മഹദിയോട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമയത്തും അത് പതിവാക്കി. അത് നമ്മൾ പഠിക്കേണ്ട ഇന്നത്തെ മജ്ലിസിന്റെ ഒരു സമ്മാനം, ഒരു ഹദിയയായി എൻ്റെ ഈ സംസാരത്തിന്റെ ഒരു സന്ദേശമായി എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളതും അത് തന്നെയാണ്. ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് വന്നിട്ടുണ്ടാവാം, അതിലൊക്കെ ക്ഷമിക്കുക. എന്നിട്ട് കൂലി തേട് റബ്ബിനോട്, റബ്ബേ ഞാൻ ക്ഷമിച്ചു, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി, അതുകൊണ്ട് എനിക്ക് വന്ന മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം തരണേ. വഅഖ്ലിഫ് ലീ, എനിക്ക് നീ പകരം തരണേ. ഖൈറൻ മിൻഹാ, എനിക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതിനേക്കാൾ ഉത്തമമായത് എനിക്ക് നീ പകരം തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യണമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ആ മഹദിയോട്. ആ മഹദി പതിവാക്കി കുറച്ച് മാസങ്ങൾ അതിങ്ങനെ എല്ലാ സമയത്തും ഒഴിവ് സമയങ്ങളിലും നിസ്കാരശേഷവും ഒക്കെ അതിങ്ങനെ പതിവാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ പതിവാക്കി ഒരിക്കലതാ വിവാഹാന്വേഷണവുമായി കടന്നു വരുന്നത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദുആന്റെ ഇജാബത്താണത്. നഷ്ടപ്പെട്ട ഭർത്താവിന് വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അതിനേക്കാൾ ഉത്തമമായത് തരണേ എന്ന് മഹദി നീ ദുആ ചെയ്യണേ എന്നാണ് പരിശുദ്ധ റസൂല് പഠിപ്പിച്ചിട്ടുള്ളത് ആ മഹദിയോട്. ആ മഹദി അപ്രകാരം ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം വിവാഹാന്വേഷണവുമായി കടന്നു വരുന്നത് മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദുആന്റെ ഇജാബത്താണ്, ആ ദുആഇന്റെ ഇജാബത്താണ്. അതുകൊണ്ട് പ്രതിസന്ധി സമയങ്ങളിലൊക്കെ പതിവാക്കാൻ പറ്റിയ ദുആ ആണ് അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ എന്ന ദുആ. അത് എന്ത് നഷ്ടപ്പെട്ടാലും നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വിസ്മരിക്കരുത്. ആ നിഅമത്തിന് ശുക്ർ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്കതിനെ ഇരട്ടിയായി അധികരിപ്പിച്ചു തന്നുകൊണ്ടിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് ആത്മീയമായ ഒരു സംസ്കരണം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാവണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു വിശ്വാസം, അള്ളാഹുവിനോടുള്ള സ്നേഹം, അത് മറ്റെന്തിനോടും പോലെയുള്ള പേടിയാവരുത്. അള്ളാഹുവിനോടുള്ള പേടി, അള്ളാഹുവിനോടുള്ള പേടി അത് നമ്മ ഉപ്പയെ പേടിക്കുന്നത് പോലെയാണ്. അതെങ്ങനെയാ? നമ്മൾ ഉപ്പയും ഉമ്മയൊക്കെ നമ്മളെ വെറുക്കുമോ എന്ന എന്തെങ്കിലും ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോ അത് കാരണം എന്റെ ഉപ്പ എന്നെ വെറുക്കുമോ, അത് കാരണം എന്റെ ഉമ്മ എന്നെ ഉപേക്ഷിക്കുമോ എന്ന പേടി നമ്മുടെ ഉള്ളിലുണ്ടാകും. നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്ന തിന്മ കാരണം, തെറ്റ് കാരണം, അച്ചടക്ക ലംഘനം കാരണം, സ്വഭാവ ദൂഷ്യം കാരണം നമ്മുടെ പിതാവ്, നമ്മുടെ മാതാവ് നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ, നമ്മളെ തള്ളിക്കളയുമ്പോൾ, നമ്മെ പരിഗണിക്കാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പേടിയുണ്ട്. ആ പേടിയാണ് ഞാൻ ദോഷം ചെയ്താൽ, ഞാൻ തെറ്റ് ചെയ്താൽ അള്ളാഹുവിനെ ശിക്ഷിക്കുമല്ലോ എന്ന ഒരു പേടിയാണ് നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് ആത്മീയമായ ഒരു കുളിർമ നമ്മിലുണ്ടാവാൻ ഇത്തരം മജ്ലിസുകൾ നമുക്ക് സഹായകമാണ്. ഈ മജ്ലിസിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആത്മീയമായ ഒരു പ്രകാശമാണ്. ആ പ്രകാശത്തിലൂടെ നാം നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് മുമ്പിൽ പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിനേക്ക് ലയിച്ചു ചേർന്നുകൊണ്ട് നാം അവനെ സ്മരിക്കുക. മഹാനായ നജമുദ്ദീൻ തങ്ങൾ, ബഹുമാനപ്പെട്ടവർ, മഹാനവർകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ദുആഇലേക്ക്, ബഹുമാനപ്പെട്ട തങ്ങളുടെ നസീഹത്തിലേക്കും ദുആഇലേക്കും നാം പ്രവേശിക്കുകയാണ്. എല്ലാവരും
പരിശുദ്ധമായ ഈ മജ്ലിസ് ഇവിടെ വർഷങ്ങളായി നടന്നു വരുന്ന മജ്ലിസുൻ നൂറിന്റെ വാർഷികമാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പ്രഭാഷണ പരമ്പരകളൊക്കെ നടന്ന് നിങ്ങളുടെ സാന്നിധ്യം ഒക്കെ വലിയ സന്തോഷമുണ്ടാക്കി, നിങ്ങളുടെ അകമഴിഞ്ഞ സഹായമൊക്കെ വല്ലാത്ത കുളിർമയുണ്ടാക്കി. അതൊക്കെ അള്ളാഹു നമ്മുടെ പാരത്രിക ലോകത്തേക്ക് ഉപകാരപ്രദമാകുന്ന ജാരിയായ സ്വതക്കയായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഇവിടെ ഹിഫ്ള് കോളേജ്, അതുപോലെ വാഫി കോളേജ്, മദ്രസ എല്ലാം പ്രവർത്തിച്ചു വരുന്നു. ഇതിന്റെയൊക്കെ അഡ്മിഷൻ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് SSLC കഴിഞ്ഞ വിദ്യാർത്ഥികളെ വാഫി കോഴ്സിലേക്കും അതുപോലെ 4ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളെ ഹിഫ്ള് കോളേജിലേക്കും ഒക്കെ നിങ്ങൾ അഡ്മിഷൻ നേടണം എന്നുകൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് പുതിയ കാലത്ത് നമുക്ക് ആവശ്യമുള്ള ജ്ഞാനങ്ങളെ കരഗതമാക്കുന്ന വലിയ സംവിധാനമാണ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷും അറബിയും ഉറുദുവും ഹിന്ദിയും മലയാളവും അതിനെ കൂടെ നമ്മുടെ മാത്രം പ്രത്യേകതയായി ഈ വർഷം നമ്മൾ സ്പാനിഷ് ഭാഷ കൂടെ നമ്മൾ SSLC കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നു. അവർ തയ്യാറാക്കിയ മാഗസിൻ ഇവിടെ പ്രകാശനം ചെയ്യാനുണ്ട്. അതിൽ അറബി ഭാഷയിലെ ലേഖനങ്ങളുണ്ട്, ഇംഗ്ലീഷ് ഭാഷയിലുള്ള ലേഖനങ്ങളുണ്ട്, ഉറുദുവിലുള്ളതുണ്ട്, അറബിയിലുള്ളതുണ്ട്, സ്പാനിഷ് ഭാഷയിലുള്ള കഥകളും കവിതകളും നോവലുകളും ലേഖനങ്ങളും അതിലുണ്ട്. വലിയ ഒരു പ്രൗഢമായ ഒരു ജ്ഞാനത്തിന്റെ ഗേഹമായി ഇത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളർന്നു വന്നത് നാം നമ്മുടെ നാട്ടുകാർ ഇത് ഉപയോഗപ്പെടുത്തണം എന്നും ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സംഗമം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ എത്തിയിട്ടുണ്ട്. നസീഹത്തിലേക്കും പ്രാർത്ഥനയിലേക്കുമാണ് നമ്മൾ പ്രവേശിക്കുകയാണ്. അള്ളാഹു നമ്മളെല്ലാം എന്തൊക്കെ ഉദ്ദേശങ്ങൾ വെച്ചാണോ ഈ പരിശുദ്ധമായ മജ്ലിസിലേക്ക് വന്നിട്ടുള്ളത്, ഇവിടെ സംഭാവനകൾ ചെയ്തിട്ടുള്ളത്, അള്ളാഹു എല്ലാം നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളുടെ ഹളറത്തിലേക്ക് പാരത്രിക ലോകത്ത് നമുക്ക് വിജയം ലഭിക്കുന്ന, നമ്മൾ വിജയിക്കുന്ന അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ മുത്തഖീങ്ങളായി മാറാൻ ഈ സൽക്കർമ്മങ്ങളും സ്വതക്കകളും അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഇനി ഒരുപാട് ആളുകൾ സംഭാവന ചെയ്യാനുണ്ട്, ഉദ്ദേശിച്ചവരുണ്ട്. അതൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം അതിന് നൽകട്ടെ. ഇവിടെ പരിശുദ്ധമായ ഈ ജ്ഞാനഗേഹത്തിൽ പ്രകാശം വമിക്കുന്ന വിശ്രംഭിക്കുന്ന കാലത്തോളം, ഇവിടെ ഇൽമ പറയുന്ന കാലത്തോളം, ഇവിടെ രാപ്പകലന്തിയോളം ജ്ഞാനങ്ങളും ഖുർആൻ പാരായണം നടക്കുന്ന കാലത്തോളം അതിലൊക്കെ സവാബ് നമ്മുടെ ഖബറിലേക്ക് എത്തിച്ചേരുന്നതാണ്. അല്ലാഹു അതൊക്കെ സൗഭാഗ്യം നേടാൻ ഭാഗ്യം ലഭിച്ച മുത്തഖീങ്ങളിൽ സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.